ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂള്, അതും ഒരു രൂപ പോലും ചിലവില്ലാതെ എത്ര സമയം വേണമെങ്കിലും നമുക്ക് അതിൽ ഇറങ്ങി കുളിക്കാം. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് പോണത്. അത് നമുക്കൊന്ന് കാണാം. ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നത്. ഇതാണ് ഇല്ല. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള്. എങ്ങനെയുണ്ട്? കാണുമ്പോൾ തന്നെ എടുത്ത് ചാടാനാണ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുക. ഫോണൊക്കെ മാറ്റിയിട്ട് വേണം എല്ലാവരും ചാടാൻ. ഒരുപാട് കുട്ടികളുണ്ട്. ഇവരൊക്കെ സ്കൂൾ വിട്ടിട്ട് നേരെ വന്നതാ. ഇത് ഒരു രക്ഷയില്ല കേട്ടോ, വന്ന് കാണുന്നെ വേണം. ഞായറാഴ്ചകളിലൊക്കെ നല്ല ആളുകളാണല്ലോ ഇവിടെ ഉണ്ടാവുക. പിന്നെ പ്രത്യേക കാര്യം എന്താ വെച്ചാൽ നീന്തൽ അറിയാത്ത ആരും ഇവിടെ വരരുത്. ഈ കെട്ടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ അങ്ങനെ ചാടി പ്രാക്ടീസ് ചെയ്ത ആളുകൾക്കൊക്കെ ഉഷാറാണ് കേട്ടോ ഇവിടെ. എന്താ വെച്ചാൽ മറിയാനൊക്കെ ഉഷാറാണ്. ഈ ചൂട് കൂടിയ ഈ സമയത്തൊക്കെ നമ്മളെ തോട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ വന്നിനി കുടിക്കാൻ. ഇപ്പം ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി നീർനായിൻ്റെ ശല്യം കൊണ്ട്. എങ്ങനെയുണ്ട് വെള്ളം എന്ന് ചോദിച്ചപ്പോൾ തന്നെ ആള് ചാടി. ഇനി നമുക്കറിയേണ്ടത് എവിടെയാണ് ഇത് സ്ഥലം എന്നാണ്. അത് ഈ വീഡിയോ ഫുള്ള് കണ്ടതിൻ്റെ ശേഷം പറയാം. പിന്നെ ഇത് ദൂരത്തൊന്നും അല്ല കേട്ടോ, ഇത് നമ്മളെ തൊട്ടടുത്ത പഞ്ചായത്തിൽ തന്നെയാണ്. എന്തായാലും ഒന്ന് ചാടി നോക്കാം. പക്ഷെ ഞാനിവിടെ ഉള്ള ആളുകളോടൊക്കെ ചോദിച്ചിട്ടോ, കുളിക്കാൻ വന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ആയത്തിനെ പറ്റിയൊക്കെ ചോദിച്ച പോലെ പറഞ്ഞു നല്ല ആയാണ്, രണ്ടാളെ താഴ്ചയുണ്ട് വെള്ളം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഒന്ന് ചാടി നോക്കാം. പിന്നല്ലേ കുട്ടികളൊക്കെ കൈയടിച്ച് തുടങ്ങിയിട്ടോ. ഈ ചാടാതെ വന്നിട്ട് ഒരു രക്ഷയില്ല, വേഗം ചാടുക. രണ്ടാളെ താഴ്ചയിലേക്കാണ് ചാടിയത്. പക്ഷെ താഴെ തട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, ചാടിയിട്ട് നല്ല വെള്ളം ഉണ്ട്. അപ്പോൾ ഉറപ്പായി നല്ല രസമാട്ടോ. പിന്നെ ഒരുപാട് ആളുകളുണ്ട്, കുട്ടികളാണൊക്കെ നല്ല ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ പിന്നെ എനിക്കത്ര നീന്തൊന്നും അറിയാത്തതുകൊണ്ട് ഒരുവിധമൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ട്യൂബായിട്ടൊക്കെ വരികയാണെങ്കിൽ അടിപൊളി കരട്ടോ, ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോവാം. പിന്നൊരു കാര്യം പറയുന്നത്, ഒറ്റയ്ക്ക് ഇവിടെ ഒന്ന് കുളിക്കാൻ ഒരിക്കലും വരരുത്. കൂടെ ആളില്ലാതെ ഒരു കാരണവശാലും ഇവിടെ ആരും വരരുത്. ഒഴിവ് ദിവസം കഴിയുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് നോക്കും. ഞാൻ ചാടുന്നത് കണ്ടിട്ട് നിങ്ങൾ ചാടാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മറിയാനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് മറിഞ്ഞോളി. കുട്ടികൾ ഒരുപാട് പറഞ്ഞിട്ടോ ഇവർ ചാടുന്ന മാതിരി ചാടാൻ. അതിനൊന്നും ഇപ്പം നമുക്ക് കഴിയില്ലല്ലോ. ഇവിടെ ആദ്യം ഒന്ന് ഇറങ്ങണം കേട്ടോ. ആദ്യം ഒന്ന് ഇറങ്ങിയിട്ട് ഇതിൻ്റെ സ്റ്റെപ്പുകൾ എവിടെ ഉണ്ട് എന്നുള്ളതും, വെള്ളത്തിൽ ഇറങ്ങാതെ ആരും ചാടരുത്. ചാടിയ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്ന ആൾക്കാർ, വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയതിൻ്റെ ശേഷമേ ചാടാൻ പാടുള്ളൂ കേട്ടോ. ഇത് അരീക്കോട് മഞ്ചേരി റൂട്ടിൽ കാവനൂരിലാണിത്. കാവനൂർ നയാര പെട്രോൾ പമ്പിൻ്റെ സൈഡിലൂടെ ഇടതുവശത്തേക്കുള്ള റൂട്ടിലാണ്. ആ സൈഡിൽ തന്നെയാണ് കേട്ടോ, പമ്പിൻ്റെ സൈഡിൽ തന്നെയാണ്. ഇടതുവശത്ത് കൂടെ അല്ല, ഈ റൂട്ടിന് 100 മീറ്റർ അത്രയൊന്നും അധികമൊന്നും പോകണ്ട. പോകുമ്പോൾ തന്നെ റോഡ് സൈഡിൽ തന്നെയാണ്. അതവിടെ ഇനി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ റോഡ് ഇറങ്ങി വരുന്നത് തന്നെ ഈ വെള്ളത്തേക്കാണ്. അടിപൊളിയാണ്. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചോളി. ഇനി സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചോളി.